ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ 58ാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അലയറുന്ന ആ അഖണ്ഡ ബോധസമുദ്രത്തിൽ അല മുഴുവനും ഇല്ലാതാകുമ്പോൾ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ മനോഹരിയായ ശക്തിമത്തായ അനാദിയായ ഒരു ശക്തി ഒളിഞ്ഞിരിക്കുന്നു. അതിൻ്റെ കലയാണ് നമ്മളിവിടെ കാണുന്നത്. നിലയെ അറിഞ്ഞ് നിവർന്ന് സാമ്യമേലും കലയിൽ അലിഞ്ഞ് കലർന്നിരുന്നിടണം എന്ന് ഗുരു നേരത്തെ പറഞ്ഞു. സമയെ അറിഞ്ഞുകൊണ്ട്, വിദ്യയെ അറിഞ്ഞുകൊണ്ട് നമ്മൾ നിവർന്ന് ധീരനായി ആ കലയിൽ അലിഞ്ഞ് കലർന്ന്, അതൊരു കലയാണ്. കാലത്തെ ജയിക്കുന്നതാണത്. ആ സമയത്ത് നമ്മൾ കാലത്തെ അറിയുകയില്ല. ഇവിടെയും ആ മനോഹരമായ കലയെപ്പറ്റിയാണ്, അനാദിയായ കലയെപ്പറ്റിയാണ് ഗുരു പറഞ്ഞത്. പിന്നെ ഓരോ ദിവസവും നമുക്ക് തോന്നുന്നതാണ് ദിവസങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ ശ്ലോകത്തിൽ ഗുരു പറയുന്നത്. ശ്ലോകം ഇങ്ങനെയാണ്: നവനവം ഇന്നലെ ഇന്ന് നാളെ മറ്റേ ദിവസം, ഇതിങ്ങനെ ചിന്ത ചെയ്തിടാതെ അവിരതമെണ്ണി അളന്നിടുന്നതെല്ലാം ഭ്രമമൊരു ഭേദവുമില്ല അറിഞ്ഞിടേണം. നവനവം, ഓരോ ദിവസവും പുതുമയുള്ളതായി വരുന്നതായി നമുക്ക് തോന്നലാണ്. അതാണ് നവനവം. ഇന്നലെ പുതുമയുള്ള ദിവസമായിരുന്നു, ഇന്ന് അതേപോലെ തന്നെയാണ്, നാളെയും അങ്ങനെ തന്നെയാണ്, മറ്റേ ദിവസം. അങ്ങനെ നമ്മൾ ഓരോന്നും അളന്നളന്ന് ഇടുകയാണ്. ഇത് ഇങ്ങനെ ചിന്ത ചെയ്തിടാതെ, അതാണ് പ്രധാന കാര്യം. ചിന്ത ചെയ്തിടാതെ നമ്മൾ ഓരോന്നിലും ചിന്ത ഉണ്ടായിരിക്കണം. കാരണം മരുഭൂമിയിൽ മരീചി നീര് പോലെയാണ്, വിവർത്തമായിട്ടുള്ളതാണ് പ്രപഞ്ചം. അതിൽ നിന്ന് പ്രതിഭാസിക്കുന്നതാണ്. നമുക്കുണ്ട് എന്നൊരു തോന്നലാണ്, ഉണ്ട് എന്നുള്ളത് ഇല്ല എന്ന് നമുക്ക് വ്യക്തമാകും. നേരത്തെ പറഞ്ഞതുപോലെ ഒന്നൊന്നായി എണ്ണി നിങ്ങൾ ഉള്ളിലേക്ക് പോകുമ്പോൾ, പ്രത്യാഹാരത്തിലൂടെ നിങ്ങൾ ഓരോന്നിനെയും ഇല്ലാതാക്കി, ദേഹത്തെ ഇല്ലാതാക്കി, ഇന്ദ്രിയങ്ങളെ ഇല്ലാതാക്കി, മനസ്സിനെ ഇല്ലാതാക്കി, ബുദ്ധിയെ ഇല്ലാതാക്കി, അഹങ്കാരത്തെ ഇല്ലാതാക്കി, അഹത്തെ ഇല്ലാതാക്കി നിങ്ങൾ പോകുമ്പോൾ ഇതൊന്നും ഉള്ളതല്ല എന്നും ഇവിടെ ഒന്നു മാത്രമേ ഉള്ളൂ എന്നും മനസ്സിലാവും. മുടി നാരിഴയേക്കാൾ അതിസൂക്ഷ്മമായിട്ടുള്ളതാണത്. ഇപ്പോൾ ഓരോ ദിവസവും, ഇന്നലത്തെ ദിവസം പുതുമയുള്ളത്, ഇന്നത്തെ ദിവസം പുതുമയുള്ളത്, ഇനി വരാനുള്ളത് പുതുമയുള്ളത് എന്ന് കരുതുമ്പോഴും നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിച്ചിടേണ്ടത് എന്താണ്? അപ്പോൾ നമ്മൾ ചിന്ത ചെയ്തിടാതെ കളയുന്നത് കൊണ്ടാണ് അവിരതമെണ്ണി അളന്നിടുന്നതെല്ലാം അവിരതം, ഒരു തടസ്സവും കൂടാതെ തുടർച്ചയായി നമ്മൾ ഇങ്ങനെ എണ്ണി ഇടുന്നു. തടസ്സം വരുന്നില്ല. നമ്മൾ ഏത് സമയത്തും തുടർച്ചയായി തന്നെ അതിനെപ്പറ്റി ചിന്തിക്കണം. അതുകൊണ്ടാണ് ശിവൻ്റെ തലയിലൂടെ ജലധാര ഒഴുക്കുന്നത്, അല്ലെങ്കിൽ അഖണ്ഡ നാമ ജപം നമ്മൾ ചെയ്യുന്നത്. തുടർച്ചയായിട്ട് ചെയ്യാനുള്ളൊരു ജോലിയാണ്. ഇതിൽ ഓരോ പ്രവൃത്തിയിലും ഓരോ ദിവസവും അതിൻ്റെ ഉള്ളിലുള്ള സൂക്ഷ്മമായ ആ തത്വത്തെ കണ്ടെത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ആര് എങ്ങനെ ശ്രമിക്കുന്നു എന്നുള്ള അനുസരിച്ചാണ്. നിരന്തരമായ ശ്രമം ആവശ്യമാണ്. നിശ്ചയദാർഢ്യം ഉണ്ടായിരിക്കണം. എനിക്ക് കണ്ടെത്താൻ പറ്റും എന്ന് വിശ്വാസം ഉണ്ടായിരിക്കണം. ഇതിൻ്റെ മുമ്പിൽ അമ്മ തലകുനിക്കും. അമ്മയുടെ തലകുനിക്കലാണ് ഇവിടെ സംഭവിക്കുന്നത്. എവറസ്റ്റ് കീഴടക്കാൻ പോയിട്ടും ഇതുപോലെയാണ്. പല പ്രാവശ്യം പരാജയപ്പെട്ടു. ഒടുവിൽ അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അത് തലകുനിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഇവിടെയും ഒരു വലിയ കൊടുമുടിയിലേക്കാണ് നമ്മൾ കയറുന്നത്. ആ കൊടുമുടിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഭവ്യതയോടുകൂടി, സ്നേഹത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി, നിശ്ചയദാർഢ്യത്തോടുകൂടി, ഏകാഗ്രതയോടുകൂടിയുള്ളൊരു യാത്രയാണ്. ആ യാത്രയിൽ മാത്രമേ ഇത് പ്രയോജനപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടും നമ്മുടെ മനസ്സവിടെ ഏകാഗ്രമല്ലെങ്കിൽ
നമുക്ക് കിട്ടുകയില്ല. കിട്ടുമോ എന്ന് സംശയിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ അവസാനം എന്താണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് മോക്ഷം കിട്ടുമോ എന്ന് പറയുന്ന ഒരു ആശയുണ്ടല്ലോ, ആ ആശയും ഇതിന് തടസ്സമാണ്. അപ്പോൾ ആശ തടസ്സമാണ് എല്ലാത്തിനും. അതുകൊണ്ടാണ് ബുദ്ധൻ പറയുന്നത് ആശയെ ഇല്ലാതാക്കണം. ആശയാണ് ദുഃഖത്തിന് കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആശയും നമുക്ക് വേണ്ട. നമ്മൾ നിരന്തരം സന്തോഷത്തോടുകൂടി ആ അമ്മയെ കണ്ടറിയുക, ഓരോ പ്രവൃത്തിയിലും അതാണ് ചെയ്യുന്നത് എന്നുള്ള ഭാവാദ്വൈതം, നമ്മുടെ ഭാവം, നമ്മുടെ വികാരം, നമ്മുടെ സ്വഭാവം ആ അദ്വൈതത്തിൽ ഊന്നി നിൽക്കുക. ഇവിടെ ദ്വൈതം കാണുമ്പോഴും നമ്മൾ അദ്വൈതത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഇതുപോലെ പരിശീലിക്കുകയാണ് ചെയ്യാനുള്ളത്. ഒരു പരിശീലന കളരിയാണ് പ്രപഞ്ചം, ജീവിതം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ഈ ലോകത്ത് വരുന്നത് അവിദ്യയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ്. അതാണ് അള്ളാഹ് പറയുന്നതും എല്ലാം. വിശുദ്ധമായി യുദ്ധം ചെയ്യണം. വിശുദ്ധമായി യുദ്ധം ചെയ്യുക, മറ്റേ മതവിഭാഗത്തിലുള്ളവരെ ഒന്നിച്ച് കൊന്നൊടുക്കാനല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രവാചകന്മാരുടെ വാക്കുകൾക്ക് ദീപ്തിയുണ്ട്. ആ ദീപ്തി മനസ്സിലാകാത്ത പുരോഹിതന്മാരാണ് പിന്നീട് പ്രശ്നക്കാർ. അവർ പറയും മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യുക, എങ്കിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്ന് പറയും. അപ്പോൾ മറ്റുള്ളവരെ ഇല്ലായ്മ ചെയ്യുകയല്ല, നമ്മുടെ ഉള്ളിൽ വൃത്തികെട്ട പല സ്വഭാവങ്ങളും ഉണ്ട്. മറ്റുള്ളവരോടുള്ള അമിതമായ അതിസ്നേഹം ദുഃഖത്തിന് കാരണമാണ്. നമ്മൾ അതിസ്നേഹം പാടില്ല, സ്നേഹം ആകാം. ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായ സ്നേഹത്തിൽ നമുക്ക് വർത്തിക്കാം. അപ്പോൾ നമുക്ക് അതിനുള്ള കഴിവുണ്ട്. ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കിതൊക്കെ നേടിയെടുക്കാം. ഒരു കാര്യത്തിൽ നിങ്ങൾ ബഹളം വയ്ക്കരുത്, ശാന്തമായി മുന്നോട്ട് പോവുക. രാമനോട് നമ്മുടെ വസിഷ്ഠൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, രാമ, നീ ധീരനായി ശാന്തനായി മുന്നോട്ട് പോവുക. മറ്റുള്ളവരുടെ ഇടയിൽ ദുഃഖമായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ നീ ദുഃഖം അഭിനയിക്കുക. ഒരു നടനെ പോലെ നീ നിൽക്കണം. നടൻ ദുഃഖം അഭിനയിക്കുക മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ആഴത്തിലേക്ക്, മനസ്സിൻ്റെ ആഴത്തിലേക്ക് ദുഃഖം കടന്നു പോകാൻ പാടില്ല. പുറമേ ബാഹ്യമായ പ്രകടനത്തിലൂടെ ദുഃഖത്തിൻ്റെ ഭാവം അയാൾ അഭിനയിക്കും. നീ മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ ആ സന്തോഷത്തിൽ നീ പങ്കെടുക്കുക. അവരോടൊന്നിച്ച് ഒന്ന് നൃത്തം ചെയ്യുന്നതിനും കുഴപ്പമില്ല. ഏത് രീതിയിലും അവരോടൊന്നിച്ച് നിൽക്കുക. അവരിൽ നിന്ന് വ്യത്യസ്തനായി നീ നിൽക്കണ്ട. അവർക്ക് അംഗീകരിക്കാൻ ഒക്കില്ല. ലൗകികരായ ആളുകൾക്ക് നിന്നെ അംഗീകരിക്കാൻ ഒക്കില്ല. നീ എല്ലാത്തിലും പങ്കുചേരുക. പക്ഷേ നിൻ്റെ ഉള്ളിലേക്ക് ദേഷ്യപ്പെടേണ്ട സന്ദർഭത്തിൽ നീ ദേഷ്യം അഭിനയിക്കുക. ദേഷ്യപ്പെടുന്നതിന് കുഴപ്പമില്ല, നീ ദേഷ്യം അഭിനയിക്കുക. നിൻ്റെ ആഴങ്ങളിലേക്ക് ദേഷ്യം കടന്നു പോകരുത്. അങ്ങനെ മനോഹരമായി ജീവിക്കുക. നിന്നെ കണ്ടറിയുന്നവർക്ക് മുമ്പിൽ നീ സത്യം പറഞ്ഞു കൊടുക്കുക. അവരെ ഇതിലേക്ക് കൂട്ടിക്കൊണ്ടുപോട്ടെ. സംശയം ചോദിക്കുന്നവരോടൊന്ന് സൗമ്യമായി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ധീരനായ ഒരാൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ചേ പെരുമാറുകയുള്ളൂ. വാദപ്രതിവാദങ്ങൾക്കൊന്നും പോവുകയില്ല. പലരും അങ്ങനെയാണ്, തൻ്റെ പാണ്ഡിത്യം പ്രകടിപ്പിക്കാൻ വേണ്ടി വാദപ്രതിവാദങ്ങളാണ്. ഗുരു ആദ്യമേ പറയുന്നുണ്ട്, ആലുവയിൽ എഴുതി വെച്ചിട്ടാണ്, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും ഒരിടം. ഗുരു വളരെയേറെ മാറ്റങ്ങൾ വരുത്തിയ, ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വന്നു. ആദ്യം കാവ്യവസ്ത്രം കൊടുത്തു, പിന്നീട് ഒരു വിദേശി അവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് കൊടുത്തത് കോട്ടും ടൈയും എല്ലാം ഗുരു തന്നെ കെട്ടിക്കൊടുത്തു, ഏണസ്റ്റ് കെർക്കിന്. അപ്പോൾ ആ മാറ്റമാണ്. മുസ്ലിങ്ങൾ പലരും ഇതിലേക്ക് വന്നിട്ടുണ്ട്, അവർ പേര് മാറിയിട്ടുണ്ട്. ഗുരു പിന്നീട് പറഞ്ഞു, പേര് മാറണ്ട, മതം മാറണ്ട, നിങ്ങൾ ആ തത്വത്തിൽ ഇങ്ങനെ നിൽക്കുക. തത്വമെന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ, അദ്വൈതമാണത്, ഒന്നേ ഉള്ളൂ. ഇവിടെ മുഴുവനും നിറഞ്ഞിരിക്കുന്ന ബോധമാണത്. ആ ബോധത്തിൽ
ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ ഉള്ളൊരു വിഭാഗീയതയില്ല. അതാണ് പറയുന്നത് ഭ്രമം. ഈ അളന്നിടുന്നത് നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിൽ ഇതെല്ലാം ഭ്രമം. ഒരു ഭേദവുമില്ല, അറിഞ്ഞറിയണം. ഒരു ഭേദവും അഭേദാവസ്ഥയാണ്. ഒരു ഭേദവുമില്ല എന്ന് മനസ്സിലാക്കണം. ആ ദിവസം തന്നെ ഈ ദിവസം. അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് ഒരേ ഒരു ശക്തി. ആ സൂക്ഷ്മമായ ബോധത്തെ, ധർമ്മിയെ കാണാനുള്ള കണ്ണ് നിങ്ങൾ കണ്ടെത്തണം. കാണുന്നു, കണ്ണ് തുറക്കുക. നിങ്ങൾ കണ്ണ് തുറക്കുകയാണെങ്കിൽ നിങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അന്ധരാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു നിധി ഒളിഞ്ഞിരിപ്പുണ്ട്. അത് എടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഇപ്പോൾ ക്യാൻസർ ബാധിച്ചാലും കരയാതെ ജനങ്ങളുടെ മുമ്പിലേക്ക് മുട്ടയായി നടക്കാനും ഒക്കെയുള്ള കഴിവ് നമുക്കുണ്ടാകുന്നു. അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ പ്രകടിപ്പിക്കുന്നതൊന്നുമല്ല, അഭിനയിക്കുന്നതുമല്ല. അത് നമ്മളൊരു ശക്തിയായി മാറുന്നു. നാം അതാണ്. മുട്ടയായിട്ടിരുന്നാലും മുട്ടയല്ലാതിരുന്നാലും മുഖത്ത് കരിവാളിപ്പുണ്ടെങ്കിലും ശരീരം വൈകല്യമുള്ളതാണെങ്കിലും ഞാൻ അതാണ് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതം മനോഹരമാണ്, കല്യാണ്. ആ കല്യ ആക്കി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്യമേലും കലയിൽ അലിഞ്ഞ് അമർന്നിടാൻ നിങ്ങൾക്ക് കഴിയും. അതിനാകട്ടെ നിങ്ങളുടെ ജീവിതം. നിങ്ങൾക്ക് ഏവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ. ആ മനോഹരമായ കലയിൽ അലിയുക. അതാകട്ടെ ജീവിതം.